ആൽക്കമി ഓഫ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാംഗോ യെല്ലോ റോസുകളാണ് കേട്ടോ. നിറയെ പൂ പിടിച്ച് നിൽക്കുകയാണ് മാംഗോ യെല്ലോയുടെ. നിറയെ മാംഗോ യെല്ലോ റോസുകളാണ്. ഇതല്ലാതെ ഒരു കൊലയിലൊക്കെ എത്ര പൂക്കളാണെന്ന് നോക്കിയേ. ഇത് ആദ്യം വിരിഞ്ഞത് വാടിത്തുടങ്ങി. മാംഗോ യെല്ലോ റോസാണ്. എനിക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റുന്നില്ല. നല്ല വലിയ പൂക്കളുമാണ്. ഇപ്പോൾ മാംഗോ യെല്ലോയുടെയൊക്കെ നല്ല വലിയ കരുത്തുള്ള തൈകളാണ് വന്നിരിക്കുന്നത്. ധാരാളം പൂക്കളുണ്ട് കേട്ടോ. ഇതെല്ലാം മാംഗോ യെല്ലോയാണ്. മാംഗോ യെല്ലോയുടെ റോസുകൾ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. നല്ല സൈസ്, ആവശ്യത്തിന് സൈസുള്ള പ്ലാന്റുകളാണ്. തണ്ടിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ്. ആവശ്യക്കാർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവേ. ഈ റോസ് കണ്ടോ, എത്ര ഹെൽത്തി ആയിട്ടാണ് ഈ റോസ് നിൽക്കുന്നതെന്ന് നോക്കി. നല്ല കളർഫുള്ളാണ്. അതിൻ്റെ ഇലകൾ നല്ല ആരോഗ്യമുണ്ടെന്ന് കാണുമ്പോഴേ അറിയാം. ഞാനിത് നട്ടേക്കുന്ന പോട്ടി മിക്സിൻ്റെ പ്രത്യേകതയാണ് ഈ റോസിൻ്റെ ആരോഗ്യം. ഈ പോട്ടി മിക്സിൽ ഞാൻ ചേർത്തേക്കുന്നത് ഉമിയാണ് മെയിനായിട്ടുള്ള ഐറ്റം. ഉമി, ചാണകപ്പൊടി, മണ്ണ് ഇത്രേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മണലില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഉമി ചേർക്കുക എന്നുള്ളത്. നമുക്കിപ്പം മണലില്ലാതെ എല്ലാവരും മണൽ ചേർക്കാൻ പറയുമ്പോൾ എല്ലാവരും മഴ പെയ്യുന്നിടത്ത് ഒഴുകി വരുന്ന മണലൊക്കെയാണ് എടുക്കുന്നത്. കൂടുതൽ പേരും അങ്ങനെയാണ്. അപ്പം മണൽ ഒട്ടും എടുക്കാനില്ലാത്തവർക്ക്, അതുപോലെ തന്നെ പോട്ടി മിക്സ് വെയിറ്റ് ഇല്ലാത്തത് കിട്ടേണ്ടവർക്കും ഉമി നന്നായിട്ട് ചേർക്കാൻ പറ്റും. ഉമി ചേർത്താൽ ഉള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടി മിക്സ് നല്ല രീതിയിൽ ലൂസാവും. ഇതുണ്ടോ, നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് കിട്ടും. ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്തേക്കുന്നത് ഉമി തന്നെയാണ്. ഉമി ചേർത്താൽ ലൈറ്റ് വെയിറ്റ് ആകും. നമുക്കിപ്പം ഹാങ്ങിങ് പോട്ടിനകത്ത് ഇടേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക്, ടെറസിൻ്റെ മുകളിൽ വെക്കേണ്ടവർക്കൊക്കെ നമുക്കിത് പോട്ടി മിക്സ് നല്ല വെയിറ്റിൽ കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉമി നന്നായിട്ട് ചേർത്ത്, ഉമിയും ചാണകപ്പൊടിയും നന്നായിട്ട് ചേർത്തെടുക്കുകയാണെങ്കിൽ കുറച്ച് മണ്ണ് മതി. നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളരും. നമുക്ക് ചകിരിച്ചോറ് ചേർക്കുക എന്ന് പറയുമ്പോൾ കുഴഞ്ഞു പോകും മണ്ണ്. ഇപ്പം ഞാൻ ഈ കട്ടിയുള്ള മണ്ണാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ നാടൻ മണ്ണാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എനിക്ക് ഈ മണ്ണ് എടുക്കാനുള്ളതുകൊണ്ട് നല്ല കട്ടിയുള്ള ചുവന്ന മണ്ണാണ് ഉപയോഗിച്ചേക്കുന്നത്. കാരണം റോസ് വരുന്ന മണ്ണ് മാറ്റുന്ന, നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ മണ്ണ് ഇഷ്ടംപോലെ മിച്ചം വരുമല്ലോ. അപ്പോൾ ആ മണ്ണ് ഞാൻ റോസ് ചെടികൾ നടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്കും ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. റോസുകൾ നമ്മൾ നട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി നല്ല വലിയ ചട്ടികളിലേക്ക് നമ്മൾ ചെടികളാക്കി കൊടുക്കുന്നുണ്ട് നേരിട്ട് വരുന്നവർക്ക്. അപ്പോൾ ഈ മണ്ണിന് പ്രത്യേകത, റോസ് ചെടികൾക്ക് നല്ല മണ്ണാണിത്, ചുവന്ന മണ്ണ്. പക്ഷേ അത് നനച്ചില്ലെങ്കിൽ ഇതുപോലെ കല്ല് പോലെ ഇരിക്കും. നനച്ചാലോ നല്ല കുതിർന്ന നല്ല സോഫ്റ്റ് ആകുന്ന മണ്ണാണ്. ചെളി പോലെ ആകുകയും ചെയ്യും ഇത്. അപ്പോൾ ഈ മണ്ണ് നമുക്ക് റോസ് ചെടികൾക്ക് നല്ലതായതുകൊണ്ട് ഞാനിത് കളയാറില്ല. ഇതിനകത്ത് ഞാൻ ഉമിയും ചാണകപ്പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഇട്ടേച്ചിട്ട് കുറേ മണ്ണ് ഞാനിങ്ങനെ കൂട്ടിയിട്ടേക്കും. എന്നിട്ട് നമുക്ക് പോട്ടി മിക്സ് ആവശ്യമുള്ളപ്പോഴെല്ലാം ഓടി ഒന്ന് ചട്ടി നിറയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്, ഒന്നിച്ച് മണ്ണ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട്. പിന്നെ കൂടാതെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടാലുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് പോയിട്ട് നല്ല സെറ്റാകും മണ്ണ്. നല്ല അതിനകത്തെ സൂക്ഷ്മജീവികളുടെ അളവൊക്കെ കൂടി നല്ല രീതിയിൽ മണ്ണ് വളക്കൂറുള്ളതായിട്ട് മാറുകയും ചെയ്യും. കൂട്ടിയിട്ടിട്ട് നമുക്ക് ഒരു പടുത വെച്ചിട്ടൊക്കെ മൂടിയിട്ടാൽ മതി. അപ്പം മഴയൊന്നും വന്നാൽ നനയത്തില്ല. ഇപ്പോൾ ഈ നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു ഇത്രയും ദിവസം. ഇപ്പം മഴയൊക്കെ പെയ്ത് ചിലയിടത്തൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട്. എങ്കിലും ഈ ചൂടുള്ള കാലാവസ്ഥയിൽ എല്ലാവർക്കും റോസ് നടാനായിട്ടൊക്കെ പേടിയായിരുന്നു. അപ്പം ഈ ഉമി ചേർത്ത മണ്ണാണെങ്കിൽ ചുവട്ടിൽ നല്ല രീതിയിൽ തണുപ്പ് നിൽക്കും, നല്ല ഇളക്കം ഉണ്ടാവും. ഈ വേരൊക്കെ ഇല്ലേ നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് നല്ല നാരുവേര് പടലമായിട്ട് മണ്ണിനകത്തൂടി പോകും. ഈ റോസുകൾ നമ്മൾ മാറ്റി വെക്കാനായിട്ടൊക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ നാരുവേര് പടലം പോയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇനി ഞാനിത് എടുക്കുമ്പോഴത്തേനും ഞാനത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കോളാം. അതിൻ്റെ വേര് പോയേക്കുന്ന കാണിച്ചു തരാം. ഇപ്പോൾ വേണേൽ ഉമി നമുക്ക് ചേർക്കണമെങ്കിൽ കരിച്ചിട്ട് ചേർക്കാവേ. പാതി കരിച്ച് ചേർക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഞാൻ കരിച്ചിട്ടൊന്നുമില്ല, കരിക്കാതെയാണ് ഞാൻ ചേർത്തത്. കരിച്ച് ചേർക്കുന്നവർക്ക് കരിച്ച് ചേർക്കാം. നല്ല രീതിയിൽ സെറ്റായി കിട്ടുന്ന പോട്ടി മിക്സാണ് കേട്ടോ. ഇത് ചകിരിച്ചോറ് ചേർത്തുള്ള കുഴപ്പം എന്നാണെന്നറിയാമോ? ഈ ചകിരിച്ചോറ് ചേർത്ത് കഴിയുമ്പം മണ്ണുമായിട്ട് കൂടി കലർന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു കുഴഞ്ഞ് ഒരു കട്ടിയായിട്ട് മാറും, ചെളിയായിട്ട് മാറും. അതുകൊണ്ട് മാക്സിമം റോസയ്ക്കാരും ചകിരിച്ചോറ് ചേർക്കാറില്ല. മാക്സിമം നമ്മൾ ചകിരിച്ചോറ് ഒഴിവാക്കാം, പകരം ഉമി ചേർക്കാം. ഏത് ചെടിക്കും ഉമി ചേർക്കാം കേട്ടോ. ഇന്ന ചെടിക്കുന്നൊന്നുമില്ല. എല്ലാവരും പറയാറുണ്ട് ഉമി ചൂടാണെന്ന്. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചൈനീസ് ബോൾസൊക്കെ ഉമി ചേർത്ത് മണ്ണിൽ നട്ടു, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ചൂടൊന്നുമില്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് കരിച്ചും കൂടി ചേർക്കുവാണെങ്കിൽ
പണ്ടത്തെ ഉമ്മിക്കരിയുടെ രൂപമില്ലേ, ആ രൂപത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചൂടില്ല. നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. കൂടാതെ നല്ല രീതിയിലുള്ള വളമാണത്. അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് ഉമ്മി ചേർക്കാം. പിന്നെ ഉമ്മിയായിട്ട് തന്നെയാണ് ഞാൻ ചേർത്തേക്കുന്നത്. കാരണം അത് 3-4 വർഷത്തേന് അത് മണ്ണിനകത്തൊന്നും പോകത്തില്ല, അതേപടി മണ്ണിനകത്ത് കിടക്കും. ചരിച്ചോറാണെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ ചരിച്ചോറ് എവിടെയാണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഉമ്മിയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാതെ പോട്ടി മിക്സിൽ നല്ല രീതിയിൽ ഇളക്കത്തോടുകൂടി തന്നെ കിടക്കും. നനയ്ക്കുമ്പോഴത്തേനും അത് നല്ല നനവ് കൊടുക്കുകയും ഇഷ്ടംപോലെ എയർ സർക്കുലേഷൻ മണ്ണിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ഉമ്മി ഉപയോഗിച്ച് നട്ട് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റായിട്ട് ഇടുക കേട്ടോ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ സീസണിൽ റോസുകൾ വെക്കാൻ പറ്റുമെന്ന്. ചൂട് കൂടുതലല്ലേ, റോസുകൾ വെച്ചാൽ പിടിച്ച് കിട്ടത്തില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് ഒത്തിരി പേർക്കുണ്ട്. പക്ഷേ ഈ സീസണിലും റോസ് വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ പിടിക്കും. പക്ഷേ റോസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തണലത്ത് വേണം വെക്കാനെന്ന് മാത്രമാണ്. നട്ട റോസ് ഒരു കാരണവശാലും വെയിലത്ത് കൊണ്ട് വെക്കാതിരുന്നാൽ മതി. നല്ല ഷെയ്ഡുള്ളിടത്ത്, നല്ല രീതിയിൽ ഷെയ്ഡുള്ളിടത്ത് വെക്കണം. സൂര്യപ്രകാശം ആവശ്യത്തിന് വേണം, കാറ്റ് വേണം, വെളിച്ചം വേണം. അങ്ങനെയുള്ള സ്ഥലത്ത് റോസുകൾ വെച്ചിട്ട് 2 നേരം നനച്ച് കൊടുത്താൽ മതി. നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം, വെള്ളം കെട്ടിക്കിടക്കരുത്. അങ്ങനെയുള്ളിടത്ത് റോസ് നട്ടാൽ മതി. ഒരു കുഴപ്പമില്ലാതെ പിടിച്ച് കിട്ടും. നല്ല രീതിയിൽ തളർപ്പുകളുണ്ടാവും, നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവും. റോസിന് ഏറ്റവും വേണ്ടത് വെയിൽ തന്നെയാണ്. ഇപ്പം വെയിലത്ത് നിൽക്കുന്ന റോസിൽ മാത്രമാണ് നല്ല കളറായിട്ടുള്ള പൂക്കളുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പൂക്കളുടെ കളറ് വളരെ കുറവായിരിക്കും. അതുപോലെ ഇലകൾക്ക് മുരടിപ്പ് വരികയും ചെയ്യും. നല്ല വെയിലത്താണ് റോസ് വെക്കേണ്ടത്. ഇപ്പോൾ എത്ര വന്നാലും വെയിലത്ത് വെക്കാൻ പേടിയുള്ളവരുണ്ട്. എന്നോട് കുറേ പേര് പറയുന്നുണ്ട് വെയിലത്ത് വെക്കാൻ പേടിയാണ്, റോസ് വെയിലത്ത് വെക്കാൻ പേടിയാണെന്ന്. നമ്മൾ ഒരിക്കലും സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സാധനമല്ല ചെടികൾ. അതിൻ്റെ ഇഷ്ടത്തിന് വളരാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു കാലാവസ്ഥയിൽ അതിനെ വളരാൻ അനുവദിച്ചാൽ അതിനെ എപ്പോഴും എടുത്ത് മാറ്റിക്കൊണ്ട് നടക്കാതിരിക്കുക. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പരിസ്ഥിതിയായിട്ട് അത് ഇണങ്ങിച്ചേർന്നാൽ പിന്നെ അത് അവിടെ ഇരുന്ന് വളരണം. ഇന്നൊരു സ്ഥലത്ത് വെച്ചു, അവിടെ വെയിലാണെന്നും പറഞ്ഞ് നാളെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് അതതിൻ്റെ സാഹചര്യങ്ങളോട് ഇണങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്ന് വളർന്നോട്ടെ. ആവശ്യത്തിന് വെയിൽ വേണം. ഇപ്പം ഞാൻ വെച്ചേക്കുന്ന റോസുകളൊക്കെ തന്നെ രാവിലെ ഉള്ള വെയിൽ തൊട്ട് വൈകുന്നേരം അസ്തമിക്കുന്ന വരെ വെയിലുള്ളിടത്താണ് ഞാൻ വെച്ചേക്കുന്നത്. 2 നേരം നനച്ച് കൊടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. 2 നേരം നനച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല കരുത്തോടുകൂടി റോസ് വളരും. നല്ല തളർപ്പുകൾ ഉണ്ടാകുന്നതും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്നതും ഈ സീസണിൽ തന്നെയാണ്. പക്ഷേ ചുവട്ടിൽ തണുപ്പ് വേണം കേട്ടോ. നല്ല മണ്ണ് ഡ്രൈ ആകാനായിട്ട് അനുവദിക്കരുത്. നല്ല രീതിയിൽ നനവ് മണ്ണിലുണ്ടാവണം. എന്നുവെച്ചാൽ വെള്ളം കോരി ഒഴിച്ച് കൊടുക്കുകയല്ല, തണുപ്പും നനവും മണ്ണിനുണ്ടാവണം. ഇപ്രാവശ്യം നമ്മളൊരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഇന്ന് റോസ് വാങ്ങിക്കുന്നവർക്ക് ഒരു റോസിന് 115 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാറ്റലോഗിലെ പ്രൈസ് 150, 160 ഒക്കെ കിടക്കുന്ന 5 ലിറ്റർ പ്ലാന്റ്സിനാണ് ഈ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത്. ഇപ്പം നല്ല വലിയ പ്ലാന്റ്സാണ്, ഹെൽത്തി പ്ലാന്റ്സാണ് നമ്മൾ ഈ ആഴ്ച കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത്. 5 റോസെങ്കിലും വാങ്ങിക്കുന്നവർക്കാണ് ഒരു റോസിന് 115 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ചില റോസുകളുണ്ട്, അതൊഴികെ ബാക്കി റോസുകളാണ് കേട്ടോ. ബ്രിട്ടീഷ് ക്യൂന്, അതുപോലെ തന്നെ ഓർക്കിഡ് റോസ്, ബ്ലാക്ക് റോസ്, 7 ഡേയ്സ്, ഈ റോസുകൾക്കെല്ലാം നമുക്ക് ഈ ഓഫർ ബാധകമല്ല. ബാക്കി എല്ലാ റോസുകളും നമ്മൾ 115 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. റോസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ വന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ റോസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വില കുറച്ചിട്ട് എത്രയാണെന്ന് ഞാൻ പറഞ്ഞോളാം. എല്ലാ റോസിനും 115 രൂപയാണ്. 5 എണ്ണമെങ്കിലും മിനിമം എടുക്കണം കേട്ടോ. അപ്പം തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്